നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷഡാധാര ചക്രങ്ങളെക്കുറിച്ചാണ്. ഷഡ്ചക്രങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള ഷഡ്ചക്രങ്ങൾ, അതായത് പ്രാണൻ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്നാ നാഡിയിൽ ഉള്ള 6 ചക്രങ്ങളും അതിൻ്റെ മുകളിലായിട്ട് വരുന്ന 7ാമത്തെ പത്മം. ഇത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് അതൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഈ ഷഡ്ചക്രങ്ങളെക്കുറിച്ചും 7ാമതായിട്ടുള്ള സഹസ്രാര പത്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഷഡാധാരങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അത് വിശദീകരിച്ച് എന്താണ്, അതെങ്ങനെയാണ്, എവിടെയാണ്, ഓരോ ചക്രങ്ങൾക്കും ഓരോ മൂലമന്ത്രമുണ്ട്, അതെന്താണ്, ഓരോ ചക്രങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്, അതൊക്കെ എന്താണെന്ന് നാം വിശദീകരിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. 6 ചക്രങ്ങളും ഒരു പത്മവും. ഇപ്പോൾ ഓരോ ചക്രങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ധ്യാനവും ആ ചക്രങ്ങളിലേക്കുള്ള മന്ത്രവും നമ്മൾ അറിഞ്ഞുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ചക്രങ്ങളിലേക്ക് നമ്മുടെ പൂർണ്ണ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ഓരോ ചക്രങ്ങളിൽ നിന്നും നമ്മുടെ സുഷുമ്നാ നാഡിയുടെ അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിവശത്ത് കിടക്കുന്ന ത്രികോണാകൃതിയിൽ കിടക്കുന്ന ആ അസ്ഥിയുടെ ഉള്ളിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉയർത്തി ഈ 6 ചക്രങ്ങളിലൂടെയും ആ പ്രാണൻ്റെ ശക്തിയെ ഉയർത്തി 7ാമത്തെ സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിനുമൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിച്ചു നോക്കാം. നമുക്ക് ആ പഠനത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഇത് ഒരു പാഠ്യ ഭാഗമായി തന്നെ എടുത്ത്, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമായി തന്നെ എടുത്ത് ഇത് തുടർച്ചയായിട്ട് കേൾക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പഠനത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം.